മലയാളത്തിൽ ആണ് ഈ സിനിമ ആദ്യം റിലീസ് ചെയ്യുക. ഹിന്ദിയിൽ ദൃശ്യത്തിൻ്റെ സ്റ്റൈൽ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റിലീസ് ചെയ്യണം. ഹിന്ദിക്കാർ പറയുന്നത് 2026 ഒക്ടോബർ 2-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യും. ഗാന്ധി ജയന്തി ദിവസം റിലീസ് ചെയ്യും. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഒരു കണക്ക് നോക്കുമ്പോൾ 18-16 മാസം ഇനിയുണ്ട്. ഒരു രണ്ടിൻ്റെയും ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മലയാള സിനിമ എത്രയും പെട്ടെന്ന് എടുത്തു തീർക്കാൻ പറ്റും. അതുമാത്രമല്ല, ഹിന്ദിയിൽ അവർ പ്രചരിപ്പിക്കുന്നത് ഈ ദൃശ്യം 3 ജിത്തു ജോസഫിൻ്റെ അല്ല, അത് ഞങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതാണ്. ഞങ്ങളാണ് ജിത്തു ജോസഫിനോട് 3-ാമത്തെ ദൃശ്യത്തിൻ്റെ ഐഡിയ പറഞ്ഞു കൊടുത്തത്. ആ ഐഡിയ പ്രകാരം ജിത്തു എഴുതുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, അത് പൂർത്തിയായിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, ജിത്തുവിന് ജിത്തുവിൻ്റെ വഴി, അല്ല ഇതിൻ്റെ പേരിൽ വേറെ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ള ചർച്ചയും ചെറിയ ചെറിയ ഭീഷണി അങ്ങനെ ഉണ്ടാവുമല്ലോ. ഈ ചിരിച്ചു കൊണ്ട് സംസാരിക്കുമ്പോഴും അതിൽ വില്ലൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, വില്ലത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, ഭീഷണി ഒളിഞ്ഞിരിക്കാം. അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന ഹിന്ദിയിലെയും മലയാളത്തിൻ്റെയും ദൃശ്യം 2 സിനിമകളാണ്.